ശ്രീധാമായാപുരിലെ യോഗപീഠം ക്ഷേത്രത്തിൽ മുൻപൊരിക്കൽ തൻ്റെ കടുത്ത ദേഷ്യത്തിൻ്റെ പേരിൽ ഭക്തർക്കിടയിൽ പ്രശസ്തനായ ഒരു പാചകക്കാരൻ സേവനമനുഷ്ഠിച്ചിരുന്നു. സ്വാഭാവികമായും വളരെ വൈകാരിക പ്രകൃതക്കാരനായിരുന്ന അദ്ദേഹം എപ്പോഴും വഴക്കടിക്കാനും തർക്കിക്കാനും മുൻപന്തിയിലുണ്ടായിരുന്നു. മറ്റുള്ളവരിൽ എപ്പോഴും കുറ്റങ്ങൾ കണ്ടെത്തുകയും ക്ഷേത്രത്തിലെ മിക്കവാറും എല്ലാ ഭക്തരുമായും അദ്ദേഹം വഴക്കുണ്ടാക്കുകയും ചെയ്തിരുന്നു. എങ്കിലും അതിനൊരു അപവാദമുണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കൽ പോലും ശ്രീല ഭക്തിസിദ്ധാന്ത സരസ്വതി ഠാക്കൂറുമായി വഴക്കിട്ടിരുന്നില്ല. ആചാര്യൻ്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ കോപം ഇല്ലാതാകുമായിരുന്നു. ഒരുപക്ഷെ തൻ്റെ ആത്മീയ ഗുരുവിൻ്റെ സാന്നിധ്യത്തിലുള്ള ആ ദിവ്യതയെ തിരിച്ചറിയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കാം. കുറച്ചു കാലത്തിന് ശേഷം ആ പാചകക്കാരൻ അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ വേർപാട് അദ്ദേഹത്തിൻ്റെ ദേഷ്യം സഹിച്ചിരുന്ന ചിലർക്കെങ്കിലും വലിയൊരു ആശ്വാസമാണ് നൽകിയത്. അന്ത്യകർമ്മങ്ങൾക്ക് ശേഷം ഭക്തർ അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കാനായി ഒരുമിച്ചുകൂടി. അവർ അങ്കണത്തിലിരുന്ന് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള നിരവധിയായ ബുദ്ധിമുട്ടുകൾ ഓർത്തെടുക്കാൻ തുടങ്ങി. ഓരോരുത്തരായി തങ്ങൾക്ക് അദ്ദേഹവുമായിട്ടുണ്ടായ വഴക്കുകളുടെ കഥകൾ പങ്കുവച്ചു. ചിലത് ദേഷ്യത്തോടെയും ചിലത് ചിരിയോടെയും. അവർ സംസാരിച്ചു കൊണ്ടിരിക്കെ ശ്രീല ഭക്തിസിദ്ധാന്ത സരസ്വതി ഠാക്കൂർ പെട്ടെന്ന് വാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ദീർഘകായവും ഗാംഭീര്യമുള്ളതുമായ രൂപവും ശാന്തവുമായ മുഖഭാവവും കണ്ട ഉടനെ ആ മുറിയിൽ പെട്ടെന്ന് നിശബ്ദത പടർന്നു. തങ്ങളുടെ സംഭാഷണം ഗുരു കേട്ടു എന്ന് മനസ്സിലാക്കിയ ബ്രഹ്മചാരികൾ നിശ്ചലരായി നിന്നു. ശ്രീല സരസ്വതി ഠാക്കൂർ അവരെ സൗമ്യമായി നോക്കിക്കൊണ്ട് ഒരൊറ്റ വാചകം മാത്രം പറഞ്ഞു. അദ്ദേഹം എപ്പോഴും തൻ്റെ ധോത്തി വളരെ ഭംഗിയായി അലക്കുമായിരുന്നു. മാത്രമല്ല വളരെ വൃത്തിയുള്ളവനായിരുന്നു. മറ്റൊന്നും പറയാതെ അദ്ദേഹം അവിടെ നിന്നും തിരിഞ്ഞു നടന്നു. ഭക്തർ അത്ഭുതസ്തബ്ധരായി നിന്നുപോയി. തങ്ങളുടെ ആചാര്യൻ വന്നത് തങ്ങളെ കുറ്റപ്പെടുത്താനല്ല, മറിച്ച് എങ്ങനെയാണ് കാര്യങ്ങളെ നോക്കിക്കാണേണ്ടത് എന്ന് പഠിപ്പിക്കാനാണെന്ന് അവർക്ക് പെട്ടെന്ന് മനസ്സിലായി. അന്തരിച്ച ഒരു വ്യക്തിയെ വിമർശിച്ചതിന് അദ്ദേഹത്തിന് അവരെ കഠിനമായി ശാസിക്കാമായിരുന്നു. എന്നിട്ടും അദ്ദേഹം ആ പാചകക്കാരൻ്റെ ഒരു നല്ല ഗുണത്തെ പ്രശംസിക്കാനാണ് തിരഞ്ഞെടുത്തത്. ആ ഒരൊറ്റ വാചകം കൊണ്ട് അദ്ദേഹം അവരുടെ ഹൃദയങ്ങളെ മാറ്റിമറിച്ചു. അന്നു മുതൽ ആരും ആ പാചകക്കാരനെക്കുറിച്ച് ഒരിക്കലും മോശമായി സംസാരിച്ചില്ല. പകരം അവർ ശ്രീല സരസ്വതി ഠാക്കൂറിൻ്റെ വാക്കുകൾ ഓർത്തു. ഈ ചെറിയ സംഭവം ഒരു ശുദ്ധഭക്തൻ്റെ ദിവ്യമായ കാഴ്ചപ്പാടിനെയാണ് വെളിപ്പെടുത്തുന്നത്. മറ്റുള്ളവർ തെറ്റുകൾ മാത്രം കണ്ടെടുത്ത് ശ്രീല ഭക്തിസിദ്ധാന്ത സരസ്വതി ഠാക്കൂർ നന്മ കണ്ടു. അദ്ദേഹം ഒരു വ്യക്തിയുടെ കുറവുകളെ അവഗണിക്കുകയല്ല ചെയ്തത്, മറിച്ച് അവർക്കുള്ളിൽ ഇപ്പോഴും തിളങ്ങി നിൽക്കുന്ന നന്മയുടെ ഒരു ചെറിയ സ്ഫുലിംഗത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അദ്ദേഹം തിരഞ്ഞെടുത്തു. ഒരു സന്യാസി മറ്റുള്ളവരിലെ ചെറിയ നന്മയെ പോലും ദർശിക്കുന്നു. സാധാരണ കണ്ണുകൾ കുറ്റങ്ങൾ കണ്ടെത്തുന്നിടത്ത് സ്നേഹത്തിൻ്റെ കണ്ണുകൾ പരിശുദ്ധി കണ്ടെത്തുന്നു. സംസാരം മറ്റുള്ളവരെ ഉയർത്താൻ ഉതകുന്നതായിരിക്കണം, വേദനിപ്പിക്കാനാവരുത്. അന്തരിച്ചവരെക്കുറിച്ച് പോലും മോശമായി സംസാരിക്കുന്നത് ഹൃദയത്തെ ഇരുട്ടിലാക്കുന്നു. അവരെ ആത്മാർത്ഥമായി പ്രശംസിക്കുന്നത് ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നു. കാരുണ്യമാണ് ഏറ്റവും വലിയ കരുത്ത്. യഥാർത്ഥ നേതൃത്വം എന്നാൽ മറ്റുള്ളവരെ വിമർശനം കൊണ്ടല്ല, മറിച്ച് സ്വന്തം മാതൃകയിലൂടെ മാറ്റിയെടുക്കുക എന്നതാണ്. തൻ്റെ സൗമ്യമായ വാക്കുകളിലൂടെ ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ തൻ്റെ അനുയായികളെ ഓർമ്മിപ്പിച്ചത് കൃഷ്ണനെ സേവിക്കുക എന്നാൽ അവിടുത്തെ ഭക്തരെ, അവർ ഭൂതകാലത്തിലുള്ളവരോ വർത്തമാനകാലത്തിലുള്ളവരോ അല്ലെങ്കിൽ വീണുപോയവരോ ആകട്ടെ, ബഹുമാനിക്കുക കൂടിയാണെന്നാണ്. കടുത്ത ദേഷ്യക്കാരനായ ഒരു പാചകക്കാരൻ പോലും ഒരു ശുദ്ധാത്മാവിൻ്റെ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ ദിവ്യകാരുണ്യത്തിൻ്റെ ഒരു പാത്രമായി മാറുന്നു.